ഇപ്പോൾ PC ചാക്കോ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. NCPയുടെ മന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ടായിരിക്കാം. പറഞ്ഞില്ല. അത് എത്രയും വേഗം എടുക്കലാണല്ലോ മുഖ്യമന്ത്രിയുടെ ഒരു ധർമ്മം. ഇത്തരമൊരു സന്തോഷകരമായ ഒരു കാര്യം കേട്ടിട്ട് നിരാശയുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ പറയുന്നത്? ഒരു പാർട്ടിയുടെ മന്ത്രിയെ തീരുമാനിക്കാനുള്ള അവകാശം അവരുടേതാണെന്നും നിങ്ങൾ പറഞ്ഞ തികച്ചും ന്യായമാണെന്നും പറയുമ്പോൾ അതല്ല മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അതെന്റെ അവകാശമാണെന്ന് പറഞ്ഞാൽ നിരാശ വരേണ്ട കാര്യമുള്ളൂ. ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാടുകളെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുമ്പോൾ ഞങ്ങൾ എന്തിനാണ് നിരാശപ്പെടുന്നത്? എനിക്കൊരല്പ സാവകാശം വേണമെന്നൊരു മുഖ്യമന്ത്രി പറഞ്ഞാൽ അത് ഒന്നും പറ്റത്തില്ല, ഇന്ന് വൈകുന്നേരം ഞാൻ പറയണം, ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ ഇതിനകത്ത് നിരാശയുടെ പ്രശ്നമൊന്നുമില്ല. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ നിലപാടുകൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. മുഹമ്മദ് കുട്ടി ഒരു പരാതി കൊടുത്തിരുന്നു മുഖ്യമന്ത്രിക്ക്, അതായത് PC ചാക്കോയ്ക്ക് ഇതിൽ തീരുമാനമെടുക്കാൻ അർഹനല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അതിൽ പറയാൻ? ആരാണ് ഈ പറഞ്ഞ ആള്? എനിക്ക് വലിയ പരിചയമില്ല. അദ്ദേഹത്തെ അങ്ങനെ ഒരു കത്തിനെ കുറിച്ചൊന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേട്ടില്ല. മുഖ്യമന്ത്രിക്ക് ഒരു ദിവസം ആയിരക്കണക്കിന് കത്തുകൾ കിട്ടുന്നുണ്ട്, അതുകൊണ്ടായിരിക്കാം. ആരെങ്കിലും കത്ത് കൊടുത്തായിട്ടൊന്നും മുഖ്യമന്ത്രി പറഞ്ഞില്ല. എനിക്കറിയത്തുമില്ല. അദ്ദേഹത്തെ അറിയില്ല. ആരെ? അദ്ദേഹത്തെ അറിയില്ല. മുഹമ്മദ് കുട്ടിയെ അല്ല, അദ്ദേഹം കത്ത് കൊടുത്ത കാര്യമാണ് പറഞ്ഞത്. മുഹമ്മദ് കുട്ടിമാര് ഒരുപാട് പേര് എനിക്കറിയാം, പക്ഷെ ഇങ്ങനെ കത്ത് കൊടുത്ത മുഹമ്മദ് കുട്ടി എനിക്കറിയില്ല. ഇല്ല, മുഹമ്മദ് കുട്ടി കത്ത് കൊടുത്തിരുന്നത് ഗൗരവമുള്ള ഒരു കാര്യമാണ്. മുഖ്യമന്ത്രി ഞങ്ങളോട് പറയുമായിരുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം, അതിനെന്തെങ്കിലും പ്രാധാന്യം മുഖ്യമന്ത്രി കൽപ്പിച്ചിരുന്നെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറയുമായിരുന്നല്ലോ. അതിനൊരു കടലാസിന്റെ വിലയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി ഞങ്ങളോട് പറയുമായിരുന്നല്ലോ, ഇതാ ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്, ഒരു കത്ത് വന്നിട്ടുണ്ടെന്ന്. NCPയുടെ മന്ത്രിസ്ഥാനത്ത് AK ശശീന്ദ്രൻ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ അത് തുടരുകയാണ് വേണ്ടതെന്ന് മുഖ്യമന്ത്രി തന്നെ അറിയിച്ചിരുന്നു. അതിനുശേഷമുള്ള പ്രതികരണമാണ് നമ്മൾ കണ്ടത്.